നാളെ പിണറായി വിജയന്റെ ആഭ്യന്തര മന്ത്രാലയം എഴുതി വെച്ചോളൂ, നാളെ റിപ്പോർട്ട് തരും. എന്താണെന്നറിയാമോ? SI അറിയാതെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഷേഡോ സംവിധാനത്തിന്റെ ഭാഗമായി ഈ ഗുണ്ടയെ പിടിക്കാൻ പോയതായിരുന്നു എന്നും പറഞ്ഞ ഒരു റിപ്പോർട്ടും വരും. ഇതൊക്കെ ഈ നാടകങ്ങൾ കേരളം കുറെ കണ്ടതാണ്. ഉത്തർപ്രദേശിലേക്കും നോക്കി 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 ഇരുന്നിരുന്ന ആളുകൾ അന്ന് UP-യിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യം ശ്രീ അനിൽ നമ്പ്യാർ നിങ്ങൾ ഓർമ്മിക്കണം. അദ്ദേഹം കേരളം പോലെയാകരുത് എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ചാട്ടി കളിച്ചവരല്ലേ ഇവർ. എന്താ ഇപ്പൊ കാണുന്നത്? അവിടെ അദ്ദേഹം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങൾ നോക്കണം. ആസ് എ ചീഫ് മിനിസ്റ്റർ, ആസ് എ ഹോം മിനിസ്റ്റർ, അദ്ദേഹം BJP ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് നൃത്തം കളിച്ചിട്ടോ കളിയാക്കിയിട്ടോ കാര്യമില്ല. നിങ്ങൾക്ക് കലിവ് കൊണ്ടിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഒരു ഭരണ സംവിധാനത്തിൽ കൃത്യമായി ഇടപെടേണ്ടത്. ജോർജ് ജോസഫ് സാർ പറഞ്ഞു, സാറേ ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല, കൃത്യമായി ചെയ്യേണ്ടതെന്താ? നല്ല നട്ടലുള്ള ആമ്പിള്ളേർ ഈ സ്പോർട്സിലുണ്ട്, കപ്പാസിറ്റി ഉള്ളവരുണ്ട്. അവരെ നയിക്കുന്നവന്റെ വേഷം കെട്ടാണ് ഈ പ്രശ്നം. ആ നയിക്കുന്നവന്റെ നയം മാറ്റിയാൽ തീർക്കാവുന്ന വിഷയമുള്ളൂ. എത്ര ഗുണ്ടകളുണ്ടാവും കേരളത്തിൽ അനിൽ നമ്പ്യാരെ? ഒരു 5000 ഉണ്ടാവും. അല്ലെങ്കിൽ തെമ്മാടിപ്പിള്ളേർ എത്ര പേരുണ്ടാവും ഈ വേഷം കെട്ടായിട്ട് നടക്കുന്നവർ? പച്ച മലയാളത്തിൽ ഞാൻ നാടൻ ഭാഷയിൽ പറയാം, ഒരു 5000 തെമ്മാടികളുണ്ടാവും. ഈ 5000 തെമ്മാടികളെ ഒതുക്കാനുള്ള ഫോഴ്സ് ഇല്ലെന്നാണോ കേരള സംവിധാനത്തിന്റെ അകത്ത്? ആരോടാ പറയുന്നത്? ഈ നവകേരള സദസ്സിന്റെ വണ്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ ആംബുലൻസിനെ തടയാനും ഹെൽമെറ്റ് ഇടാത്തവരെ തടയാനും പിടിക്കാനും വേഷം കെട്ട് കാണിച്ച് ഇങ്ങനെ നെഞ്ചു പിരിപ്പിച്ച് നിൽക്കുന്നവരുടെ പോലീസ് ഓഫീസർമാരുണ്ടല്ലോ, അതിന്റെ പകുതി ശക്തി ഇവർ കാണിച്ചാൽ മതി, ഇവറ്റകള് കൈകാര്യം ചെയ്യാം. പക്ഷേ ഗുണ്ടകളുടെ മുന്നിൽ മുട്ടുവിറക്കും പോലീസിന്. മുട്ടുവിറക്കുന്ന നല്ല കാച്ചു മേടിച്ചു വെച്ചിരിക്കുക. ഈ ഗുണ്ടായിസം മാത്രമല്ല, മണി ചെയിൻ നല്ല കച്ചവടം, ഇപ്പോ ക്രിപ്റ്റോ കറൻസി നല്ല കച്ചവടം, ഇപ്പോ സകലവിധ ഈ തുക തെമ്മാടിത്തരം ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള മണി ചെയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള MLM കമ്പനീസ് അടക്കമുള്ള നിരവധി സാധനങ്ങളുടെ സൂത്രപ്പണികൾ ചെയ്ത് അകത്ത് പോയവരൊക്കെ ഇന്ന് പുറത്തു വന്നത് ഏത് അടിസ്ഥാനത്തിലാ? ഈ സംവിധാനമാണ്, ഈ തട്ടിപ്പിന്റെ അഭ്യാസമാണ്. ഇത് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചില്ല എങ്കിൽ, പോലീസിന്റെ ഒരു DGP ഉണ്ടല്ലോ ഇവിടെ, അദ്ദേഹം അത് തീരുമാനിച്ചില്ലെങ്കിൽ പൊതുജനം കൈകാര്യം ചെയ്തു. ഒരു സംശയം വേണ്ട.